ശ്രീ ഷാഫി ചാലിയം, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചത് താങ്കൾ എന്തുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തു? ഇത് ഒരു പലസ്തീനിലെ ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതകൾക്ക് വിധേയമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിത്യദുരിതത്തിലായി വളരെ പ്രയാസപ്പെടുന്ന ഒരു ജനതയുടെ മോക്ഷത്തിനായിട്ടുള്ള ഒരു പ്രാർത്ഥനാ സദസ്സായിരുന്നു. തീർച്ചയായിട്ടും പലസ്തീൻ വിഷയത്തിൽ തുടക്കകാലം തൊട്ട് തന്നെ മുസ്ലിം ലീഗ് പലസ്തീൻ ജനതയോടൊപ്പമാണ്. മുമ്പ് കാലത്ത് 90-കൾക്ക് മുമ്പ് തന്നെ PKK ബാവ സാഹിബ് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഇൻതിഫാദ എന്ന് പറഞ്ഞ് പലസ്തീൻ ജനതയോട് വലിയ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രദ്ധേയമായ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ നജീബ് ഭരണകൂടത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ അഫ്ഗാൻ മുജാഹിദുകൾക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ CPM ഞങ്ങളെ ശത്രു പാർട്ടിയാണ്. CPM പലസ്തീനിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോഴിക്കോട്ട് ഒരു പരിപാടി നടത്തി. ആ പരിപാടിയോട് ഞങ്ങൾ വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത്. ഞങ്ങളതിനെ എതിർക്കാൻ പോയിട്ടില്ല. അതിനൊരു നല്ല നടപടിയായിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. കൂടെയുള്ള ഘടകകക്ഷിയായ കോൺഗ്രസിനെ ക്ഷണിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ പരിപാടിക്ക് പോകാതിരുന്നത്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് പലസ്തീൻ അത് ആര് BJP നടത്തുകയാണെങ്കിലും പലസ്തീനിലെ ഈ ഹതാശരായ ജനതയോട് ഐക്യദാർഢ്യപ്പെട്ട് ആരെന്ത് പരിപാടിക്ക് വിളിച്ചാലും പോകുന്നതിൽ ഞങ്ങളൊരു കുഴപ്പം കാണുന്നില്ല. അവിടെ ഹമാസിനെ പിന്തുണയ്ക്കാനോ ഹമാസിന് വേണ്ടിയല്ല, അവിടെ പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ സദസ്സാണ്. പിന്നെ ഹമാസിനെ കുറിച്ച് നിങ്ങളിവിടെ പറയുന്നു ഭീകര സംഘടനയാണ്. നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം ഹമാസിനെ ഭീകര സംഘടനയായി ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഐക്യരാഷ്ട്രസഭ ഹമാസിനെ ഭീകര സംഘടനയായി ഡിക്ലെയർ ചെയ്തിട്ടില്ല. അമേരിക്കയും ഓസ്ട്രേലിയയും ചേർന്നുകൊണ്ട് 7 തവണ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം കൊണ്ടുവന്നതാണ്. ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അതിനെ എതിർത്ത് വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഹമാസ് ഒരു സ്വാതന്ത്ര്യ സമര സംഘടനയാണ്. പലസ്തീനിൽ മുഴുവനും ഹമാസ് ഇല്ല. ഹമാസ് ഗസയിൽ മാത്രമാണ്. അതാണ് പഠിക്കേണ്ടത്. വെസ്റ്റ് ബാങ്കിലോ അതേമാതിരി റാബല്ലയിലോ ഖാൻ യൂണിസിലോ അവിടെ ഒന്നും ഒരു യൂണിറ്റ് പോലും ഹമാസിനില്ല. ഹമാസ് ഗസക്ക് പുറത്ത് ഒരു വിഷയത്തിലും ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഒരു അന്താരാഷ്ട്ര വിഷയത്തിലും ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഹമാസിൻ്റെ ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പ് അതിൽ കൊല്ലപ്പെട്ട അതിൻ്റെ നേതാക്കൾ രക്തസാക്ഷികളായിട്ടാണ് ഞങ്ങളും കാണുന്നത്. ലോകം അങ്ങനെയാണ് കാണുന്നത്. അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ പങ്കെടുത്ത വലിയ പ്രതിഷേധ സംഗമങ്ങൾ നമ്മൾ കണ്ടതാണ്. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും നടത്തിയിട്ടുണ്ട്. ആ അമേരിക്കയിൽ അതിന് ലീഡർഷിപ്പ് തന്നെ കൊടുത്തത് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകരാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മുഴുവനും ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് പലസ്തീനു വേണ്ടി. യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ട്. ഇനി എവിടെയാണ് ബാക്കിയുള്ളത്? അതുകൊണ്ട് ലോകത്ത് എവിടെയും ഇസ്രായേലിന് അനുകൂലമായിട്ട് എവിടെയെങ്കിലും ഒരു പ്രകടനം നടത്തണം. എവിടെയെങ്കിലും ഇത് കാണിച്ചു തരാൻ പറ്റുമോ? മുസ്ലിങ്ങൾ 1% പോലും ഇല്ലാത്ത രാജ്യമുണ്ട്. ഫിൻലാൻഡ്, അവിടെ പോലും പലസ്തീൻ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് റാലി നടന്നിട്ടുണ്ട്. എന്താ കാരണം? അപ്പം നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ രാജ്യം. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ കേരളത്തിലെ MP ആയ, കണ്ണൂരിൽ നിന്നുള്ള MP ആയ K സുധാകരൻ ലോക്സഭയിൽ എഴുതി ചോദിച്ചിട്ടുണ്ട്, ഹമാസിനെ ഭീകര സംഘടനയായിട്ട് ഇന്ത്യ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്ന മറുപടി കിട്ടിയത്. അതുപോലെ തന്നെ നിരവധി ഘട്ടങ്ങൾ മറുപടി കിട്ടിയോ? നമ്മുടെ പ്രധാനമന്ത്രി എവിടെയെങ്കിലും ഹമാസ് തീവ്രവാദിയാണ്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. അനിൽ നമ്പ്യാർ വാട്സപ്പ് ഒന്ന് ഓണാക്കി. തുടരാം. വായിച്ചു നോക്കൂ. കിട്ടിയല്ലോ. അതിൽ വളരെ വളരെ കൃത്യമായി പറയുന്നുണ്ട്.
ആ ഭാഗം, ആ ഡേറ്റ് അടക്കം പറയുന്നുണ്ട്. ഇദ്ദേഹം മാത്രമല്ല, പിന്നെ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവിനോട് ഒക്ടോബർ 7-നാണ് 2024 ഒക്ടോബർ 7-നാണ് തെല്ലവീബിൽ ഹമാസ് അറ്റാക്ക് ചെയ്തത്. അതാണ് യുദ്ധത്തിൻ്റെ മുഖ്യ കാരണങ്ങളായി പറയുന്നത്. എന്നാൽ ഒക്ടോബർ 13-ന് വളരെ കൃത്യമായി ഒക്ടോബർ 13-ന് പിന്നെ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം, അത് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ്, ആ വക്താവിൻ്റെ പേര് അരിന്ദം ബാഗ്ചി എന്നാണ്. അരിന്ദം ബാഗ്ചി. ഞാൻ ആ ലിങ്കും നിങ്ങൾക്ക് അയച്ചുതരാം. അരിന്ദം ബാഗ്ചിയോട് കൃത്യമായി ANIയുടെ റിപ്പോർട്ടറും ന്യൂസ് 18 റിപ്പോർട്ടറും PTIയുടെ റിപ്പോർട്ടറും ചോദിക്കുന്നുണ്ട് ഹമാസിനെ കുറിച്ച്. ആ ചോദ്യത്തിനൊന്നും എവിടെയും ഹമാസ് ഭീകര സംഘടനയാണോ എന്ന ചോദ്യത്തിനൊന്നും ഭീകര സംഘടനയാണ് എന്ന് എവിടെയും സമ്മതിക്കുന്നില്ല. കാരണം അതൊരു നയതന്ത്ര മേഖലയിൽ വളരെ കൃത്യമായി, ഇപ്പം ഞാൻ തന്നെ പറയട്ടെ, കേരളത്തിൽ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഹമാസ് ഭീകരക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. പരിപാടി നടന്നു. പക്ഷെ മുന്നിലെ ബാനറിൽ ഹമാസ് എന്ന പേരില്ല. എന്താ ഇതിന് കാരണം? ഭീകരതക്കെതിരെ എന്ന് മാത്രമാക്കി ഹമാസിൻ്റെ പേര് ഉപയോഗിച്ച്. അത് ഡൽഹി എന്നുള്ള ഇടപെടലാണ്. ഇവിടെ ഏതെങ്കിലും 4 സംഖ്യകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴേക്കും അങ്ങനെ ഒരു ഭീകര സംഘടന ആവില്ല. ആദ്യം ഇന്ത്യ രാജ്യം 37 സംഘടനകളെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ഐക്യരാഷ്ട്രസഭയിൽ ഇവർക്കൊന്നും ബുദ്ധിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത് താങ്കൾ? അല്ല, അത് അവരെ അതുപോലെ അങ്ങനെയാണ്. എന്തുകൊണ്ട് ഇന്ത്യ പിന്തുണച്ചില്ല? 7 തവണ വന്നതാ. 7 തവണയും എതിർത്ത് വോട്ട് ചെയ്യത്. നിഷ്പക്ഷത പാലിക്കല്ലേ ഇത്? എതിർത്ത് വോട്ട് കാര്യം ചോദിച്ചോട്ടെ, ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവ, കുഞ്ഞുങ്ങളെ കഴുത്തറത്ത് കൊന്ന അവരുടെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്നവർ, ഇവരെയൊക്കെ എന്താ വിളിക്കേണ്ടത്? എന്ത് പേരിലാണ് വിളിക്കേണ്ടത്? എവിടെയാണ് കൂട്ടബലാത്സംഗം നടന്നത്? ഇല്ലേ? അനിൽ നമ്പ്യാർ അതിന്റെ തെളിവുകൾ കൊണ്ടുവരും. നടന്നിട്ടില്ലേ? നിങ്ങൾ ആ പ്രദേശത്ത് നടന്നിട്ടില്ല? എത്ര റിപ്പോർട്ടുകൾ ഇല്ല. ഒക്ടോബർ 7-ന് നടന്ന, ഒരു മിനിറ്റ്, ഒക്ടോബർ 7-ന് നടന്ന അറ്റാക്ക് പോലും നിങ്ങൾ വളരെ പഠിക്കണം. ആ അറ്റാക്ക് പോലും ഇസ്രായേലിൽ വലിയ വിഷയമാണ്. ഇസ്രായേൽ അത് വലിയ സുരക്ഷാ പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒക്ടോബർ 7-ന് ഈ ഹമാസ് ഗറില്ലകൾ നടത്തിയ അറ്റാക്ക്, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് പറഞ്ഞു ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ. എല്ലാ CCTVയുടെ ഫൂട്ടേജുകളും ഗവൺമെൻറ് പിടിച്ചു വെച്ചു. ഒന്നും ലോകത്തിന് കാണിക്കുന്നില്ല. എന്താ അവിടെ നടന്നത്? അവിടേക്ക് കടന്നു കയറി കുറേ പേരെ ബന്ദിയാക്കി. ആ ബന്ദിയാക്കിയ നടപടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിലേക്ക് പോയി കുറേ പേരെ അവിടെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി കുറേ പേരെ അവിടുന്ന് ബന്ദിയാക്കി പിടിച്ചു കൊണ്ടുവരും. എന്തിനാ ബന്ദിയാക്കണം? എല്ലാവരെയും കൊന്നാൽ പോരെ? എന്തിനാണ് ഈ ബന്ദികളെ പിടിക്കേണ്ട ആവശ്യം? നിങ്ങൾ പഠിക്കേണ്ടത്, ഇസ്രായേൽ സമ്മതിച്ച കണക്ക് പ്രകാരം തന്നെ 69,000 പലസ്തീനികൾ, കുട്ടികളടക്കം ഇസ്രായേൽ ജയിലിലുണ്ട്. പിടിച്ചു കൊണ്ടുപോവുക വലിയ ഒരു 50-60 ട്രക്കുമായി. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം നേരിൽ കണ്ട കാഴ്ചയാണ്. വരിവരിയായിട്ട് ട്രക്കുകൾ കൊണ്ട് വരിക. വന്നിട്ട് സാധാരണ ഈ മത്സ്യം വാങ്ങാൻ പോകും, പച്ചക്കറി പോകുന്ന കുട്ടികൾ അടക്കമുള്ള എല്ലാവരെയും സേന പിടിച്ചു കൊണ്ടുപോവുക. ഇങ്ങനെ കൊണ്ടുപോയി നിറച്ച് 61,000 ചില്ലാൻ ആളുകളുടെ കണക്ക് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഹമാസ് പറയുന്നത് 90,000 പേരുണ്ടെന്നാ. ഇവരെ മോചിപ്പിക്കാൻ എവിടെ പോകാൻ ഈ പലസ്തീനികൾക്ക് ഒരു കോടതിയുണ്ടോ? ഒരു സംവിധാനമുണ്ടോ? ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യമാണോ ഇസ്രായേൽ? ഐക്യരാഷ്ട്രസഭ 12 പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ പാസ്സാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും അനുസരിക്കുന്നുണ്ടോ? അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് വീറ്റോ ചെയ്യുകയാണ്. ലോകത്ത് അതിക്രൂരതയാണ് നടക്കുന്നത്. അവരെ മുമ്പിൽ എന്ത് മാർഗം? ഈ 90,000-ഓളം വരുന്ന ഈ പലസ്തീനികളെ 9 വയസ്സുള്ള കുട്ടികളടക്കം കൊണ്ടുപോയി ജയിലിലിട്ടിരിക്കുകയാണ്. അവരെ ഇറക്കാൻ എവിടെയാണ് പോകേണ്ടത്? ആരുടെ വാതിലാണ് മുട്ടേണ്ടത്? മനുഷ്യത്വപരമായി അനിൽ നമ്പ്യാർ സംസാരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ലോകത്ത് ഇന്ത്യ ഇടപെടുമോ? വേറെ ആരെങ്കിലും ഇടപെടുമോ? അവരെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം.
വേറെ എന്താണ് അവരുടെ ആവശ്യം? നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ നടത്തിയിട്ടില്ലേ? പോലീസ് സ്റ്റേഷൻ പൊളിച്ചിട്ടില്ലേ? സ്വാതന്ത്ര്യ സമരത്തിൽ റെയിൽവേ പാലം തകർത്തിട്ടില്ലേ? ഈ കൂട്ടബലാത്സംഗം, ഭഗത് സിംഗിനെ അതുപോലെ പോലും കുട്ടികളെ കൊന്നൊടുക്കൽ, ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണോ നടക്കുന്നത്? ഒന്ന് പറയും. കൂട്ടബലാത്സംഗം നടത്തിയ കൂട്ടബലാത്സംഗം നടത്തിയ, ഞാൻ പറഞ്ഞുതരാം ഒരൊറ്റ കാര്യം. കൂട്ടബലാത്സംഗം നടത്തിയ ഈ വാർത്ത, ആ വാർത്ത ഞാൻ മനസ്സിലാക്കണം, CNN TV ആണ്, CNN ആണ് കൊടുത്തത്. ആ ലേഖികയുടെ പേര് വരെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലേഖികയെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ, ഒരു മിനിറ്റ്, ഈ ഒരു വീഡിയോ ഇറങ്ങി, ഇത് CNN പ്രക്ഷേപണം നടത്തി. അതിന് ആര് ഷെയർ ചെയ്തു? ജോ ബൈഡൻ, അമേരിക്കൻ പ്രസിഡന്റ് അതിന് ഷെയർ ചെയ്തു. ഷെയർ ചെയ്തതിന് ശേഷം ഈ CNN ലേഖിക ഈ വീഡിയോന്റെ തെളിവ് ചോദിച്ചു ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററോട്. തെളിവ് തരാം എന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ തെളിവ് കൊടുത്തില്ല. അതിന്റെ പേരിൽ യു ഹാവ് ചീറ്റഡ് മീ, ഗോഡ് വിൽ നോട്ട് കോംപ്രമൈസ് വിത്ത് യു എന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചു ഈ CNN ലേഖിക. ആർക്ക്? ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർക്ക്. ഇല്ലാത്ത വീഡിയോ ആണ്, കള്ള വീഡിയോ ആണ്. മാത്രമല്ല ജോ ബൈഡൻ ഇത് ഷെയർ ചെയ്തു. പിറ്റേ ദിവസം വൈറ്റ് ഹൗസ് തിരുത്തി. ജോ ബൈഡനെ തിരുത്താണ്. ഞങ്ങളെ പ്രസിഡന്റ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കള്ളമാണെന്ന് വൈറ്റ് ഹൗസിന് സമ്മതിക്കേണ്ടി വരുമെന്നു. എല്ലാം നോക്കൂ നിങ്ങൾ, എല്ലാം ക്രിയേറ്റഡ് ആണ്. അത് മാത്രമല്ല, വിക്കിപീഡിയയിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. വിക്കിപീഡിയയിൽ കയറി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹമാസിന്റെ സംഭാവനകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അത് പറയാനുള്ള സമയമില്ല. താങ്കളത് പരിശോധിക്കൂ. വിക്കിപീഡിയയിൽ ഹമാസ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഹമാസിന്റെ പ്രവർത്തനം ഏത് തരത്തിലാണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിക്കിപീഡിയയെ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിരവധി സംഭവങ്ങളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. താങ്കൾ അത് പരിശോധിക്കുക. ഇപ്പൊ ഇതെല്ലാം അവതരിപ്പിക്കാൻ എനിക്ക് സമയമില്ല. ഷാഫി ചാലിയം, 2 അതിഥികൾ കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് അവരിലേക്ക് പോകണം. അല്ല, വിക്കിപീഡിയ എന്നാ പിന്നെ എന്തിനാ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിൽ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? വിക്കിപീഡിയയെ കുറിച്ച് ഞാൻ പറയാം. വിക്കിപീഡിയയിൽ ആർക്കും പോയി എഡിറ്റ് ചെയ്യാം. അനിൽ നമ്പ്യാരെ ഒരു പ്രൊഫൈൽ വിക്കിപീഡിയയിൽ ഉണ്ടെങ്കിൽ എനിക്ക് പോയി എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് കാണിച്ചു തരണം ഞാൻ. എന്താ നിങ്ങളെ കഥ? ശരി ഷാഫി ചാലിയം.